ഹലോ, ഡിസംബർ 20 മുതൽ ജനുവരി 5 വരെ നമ്മുടെ സർഗാലയുടെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഫെസ്റ്റിവൽ നടന്നു വരികയാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കരകൗശല മേളയായിട്ട് നമ്മളിത് കണക്കാക്കുന്നുണ്ട്. നമ്മുടെ കോഴിക്കോട് ഇരിങ്ങലിലുള്ള ഒരു 20 ഏക്കറോളം സ്ഥലത്താണ് ഈ സർഗാലയ വ്യാപിച്ച് കിടക്കുന്നത്. അടിപൊളി ഒരു സ്പോട്ടാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ അവർ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ അത് 5 മണിക്ക് ശേഷമാണ് ഓപ്പണിങ്. പിന്നെ ബോട്ടിംഗ് സൗകര്യങ്ങളുണ്ട്. ഒരുപാട് നമുക്ക് കാണാനും എല്ലാ സാധനങ്ങളും ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും നമുക്ക് കണ്ട് പോകാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ അവിടെയുണ്ട്. ഏകദേശം 60ഓളം സ്റ്റാളുകളാണ് ഇവിടെ ഉള്ളത്. വാർഷികത്തിൽ, അതായത് വർഷത്തിൽ നമ്മുടെ ഡിസംബറിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഉള്ള ഫെസ്റ്റിവൽ നടത്താറുണ്ട് അവർ. ഇവിടുത്തെ ആ സമയത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ സംഭാവന കൂടി നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. നമ്മുടെ ഇത്രയും അടുത്ത് നമുക്കത് സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അല്ലേ. നമ്മളവരുടെ രാജ്യത്ത് പോവാതെ അവരുടെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തുന്ന പോലെ നമ്മുടെ നാട്ടിലേക്ക് അവരുടെ എല്ലാ കരകൗശല വിദ്യകളും നമുക്കൊന്ന് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണ്. അതായത് പരമ്പരാഗത രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന പല സാധനങ്ങളും നൂതനമായ പല ടെക്നോളജി വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു സംഭാവന കൂടിയാണ്, ടൂറിസം വകുപ്പിൻ്റെ അല്ലേ, നല്ലൊരു സംഭാവന കൂടിയാണ്. ഇവിടുന്ന് എനിക്ക് അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ പല മീറ്റിങ്ങും ഇവിടുന്ന് നടത്താറുണ്ട്. പിന്നെ ഇവിടെ പലതരത്തിലുള്ള ഇവൻറ്റ് നടത്താറുണ്ട്. അതുപോലെ തന്നെ കലാപരിപാടികളൊക്കെ നടന്നു വരാറുണ്ട്. ഞാൻ കുറച്ച് ജുംക്ക ഏരിയ, പിന്നെ പാത്രങ്ങൾ, അങ്ങനത്തെ ഏരിയയിലൊക്കെയാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത്. നമുക്കിങ്ങനെ ഇതൊരു വെൽവെറ്റിൽ ചെയ്തൊരു ആർട്ടാണ്, പിക്ചർ. നമ്മളെല്ലാം വാങ്ങിയിട്ടൊന്നും ഇല്ലെങ്കിലും നമുക്ക് കാണാൻ പല കളേഴ്സിലുള്ള ബാഗും കുർത്തീസും പല സാധനങ്ങൾ, ക്രോക്കറി ഐറ്റംസ് ആയിക്കോട്ടെ, എല്ലാം നമുക്കവിടെ കാണാം. നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കാണാത്ത ആൾക്കാരെല്ലാം, കുറേ ആൾക്കാർ നമുക്ക് പുതുമയായിരിക്കും കാണാനൊക്കെ. അവരോട് നമുക്ക് അവരുടെ ഒരു ലാംഗ്വേജിൽ നമുക്കൊന്ന് സംസാരിക്കാൻ, അവരുടെ ലാംഗ്വേജിൽ നമുക്ക് അവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫുഡിന് വേണ്ടിയിട്ട് നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യമില്ല. ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു, നല്ല ക്ലീൻ ആയിരുന്നു. പിന്നെ ജ്യൂസ് ഏരിയ, നമ്മൾ ജ്യൂസൊക്കെ കഴിച്ച് വൈകുന്നേരമായിരുന്നു. അപ്പോൾ ജ്യൂസൊക്കെ കഴിച്ച് ഒന്ന് ചില്ല് ചെയ്തു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ ക്യൂട്ട് കുട്ടി സാധനങ്ങളുണ്ട് അവർ കാണാനൊക്കെ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് നടന്ന് പെട്ടെന്ന് തന്നെ പോയി. പിന്നെ ഒരു ഈവനിങ് ആകുമ്പോഴേക്കും ബ്ലോക്ക് ആവാനുള്ള, ഇരിങ്ങൽ ഒക്കെ നല്ല ബ്ലോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഉച്ചയ്ക്കൊക്കെ ആയിരുന്നു ഞങ്ങൾ പോയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്കൊരു 50 ഒക്കെയാണ് പാസ്. വലിയ ആൾക്കാർക്കൊക്കെ ആകുമ്പോൾ അതിലൊരു 70-80 അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. അത്യാവശ്യം പോകുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ ബ്ലോക്കൊക്കെ കിട്ടി. എന്നാലും ഹാപ്പി ആയിരുന്നു. താങ്ക് യു.